1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങി. ആൽബർട്ട് സൈനിക സേവനത്തിനായി പുറപ്പെട്ടു. സൈനിക ക്യാമ്പിലെത്തിയ ആൽബർട്ടിന് ഒന്നിനും ഒരു ഉത്സാഹവും തോന്നിയില്ല. അയാളുടെ ചിന്ത മുഴുവൻ ജാക്കിയെക്കുറിച്ചായിരുന്നു. ഒടുവിൽ ആൽബർട്ട് തീരുമാനിച്ചു, ജാക്കിയെക്കുറിച്ച് മേലുദ്യോഗസ്ഥനോട് പറയാം. എല്ലാം കേട്ടപ്പോ ആ ഉദ്യോഗസ്ഥൻ ആൽബർട്ടിനെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ജാക്കിയെയും നമ്മൾ സൈന്യത്തിലെടുത്തിരിക്കുന്നു. ആൽബർട്ടിന് കേട്ടത് വിശ്വസിക്കാനായില്ല. അയാൾ വേഗം വീട്ടിലെത്തി ജാക്കിയെ സൈനിക ക്യാമ്പിൽ എത്തിച്ചു. അന്നു മുതൽ ജാക്കിയുടെ ജീവിതം മാറുകയായിരുന്നു. സാമൂഹ്യ ജീവിയായ ബബൂണുകൾക്ക് മനുഷ്യന്റെ സാഹചര്യങ്ങളോട് വേഗം പൊരുത്തപ്പെടാനാകും. ക്യാമ്പിലെത്തി വൈകാതെ ജാക്കി സൈന്യത്തിന്റെ ചിട്ടകൾ മനസ്സിലാക്കി. യൂണിഫോം ഇട്ട് തൊപ്പി വെച്ച് അവൻ സല്യൂട്ട് ചെയ്തു. മേലുദ്യോഗസ്ഥരെ തിരിച്ചറിയാൻ ജാക്കിക്ക് പ്രത്യേക കഴിവായിരുന്നു. ഭക്ഷണമേശയിൽ ഫോക്കും സ്പൂണും ഉപയോഗിച്ച് ഏറ്റവും വൃത്തിയിലാണ് അവൻ ഭക്ഷണം കഴിച്ചത്. വൃത്തിയായി കുളിക്കാനും മറ്റ് സൈനികർക്കൊപ്പം കൃത്യസമയത്ത് മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കാനും അവനും ഉണ്ടായിരുന്നു. രാത്രിയിൽ സൈനികരോടൊപ്പം അവനും കാവൽ നിൽക്കും. അവന്റെ അസാമാന്യമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും പല അപകടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. കിടങ്ങുകളിൽ പതിയിരുന്ന ഷെല്ലുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള മതിലുകൾ ഉണ്ടാക്കുന്ന ജോലിയിൽ ജാക്കിയും ചേർന്നു.